ഇതുവരെ നല്ലൊരു അമ്മയായിട്ടുള്ള ഒരു പെർഫോമർ തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താ വെച്ചാൽ അവൻ എല്ലാ കാര്യങ്ങളും വന്ന് തുറന്നു പറയാറുണ്ട്. അവൾ വന്നതിന് ശേഷം കുറച്ചുകൂടെ ഹാപ്പിയായി, കുറച്ചുകൂടെ നമ്മൾ മോട്ടിവേറ്റഡ് ആയി. ആദ്യമായിട്ട് നമ്മളെ കുഞ്ഞിനെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നി. വളരെ ആണോ പെണ്ണോ എന്നുള്ള പ്രശ്നമില്ല, നമ്മുടെ കുഞ്ഞ് മക്കള് കൂടെ വേണം. അപ്പോൾ അതാ എൻ്റെ ഇഷ്ടം. എപ്പോഴും മക്കള് കൂടെ മക്കള് ദൂരെ പോണ ഇഷ്ടമില്ല. നമ്മൾ അവളുടെ അടുത്ത് നിന്ന് ഒന്നും ഹോൾഡ് ചെയ്യാൻ പാടില്ല. അവളുടേതായ ഫ്രീ ലൈഫ് ഉണ്ട്. അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് കേൾക്കുക, എന്നാൽ തന്നെ കുറേ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. അങ്ങനെ പ്രതീക്ഷ ഒന്നുമില്ല. അവര് പഠിക്കണം, ഇതാവണം തന്നെയാണ് ആഗ്രഹം. അവർക്ക് അവരുടെ ഫ്യൂച്ചറല്ലേ, അവരുടെ ലൈഫല്ലേ. എന്തായാലും അവരെവിടെ പോയാലും അവരുടെ ഉള്ളിൽ നമ്മളുണ്ടാകും, നമ്മളെ കൈവിടില്ല എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. നമുക്ക് കാണണം അവരുടെ വളർച്ച. അപ്പം അത് മാറി നിന്നാലും കാണാമല്ലോ. നമ്മുടെ പാർട്ട് കഴിഞ്ഞു എന്നല്ല, നമ്മുടെ പാർട്ട് നമ്മൾ ഭംഗിയായിട്ട് ഇവിടെ ഇരുന്ന് ചെയ്യാം. അവർ പോട്ടെ, കൺട്രോൾ ചെറുതായിട്ട് നമ്മുടെ കയ്യിലുണ്ടായാൽ മതി. മീൻസ് അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക. ഒന്നാമത്തെ കാര്യം അതാണ്. എന്നെക്കൊണ്ട് മാക്സിമം പറ്റുന്ന രീതിയിൽ വിദ്യാഭ്യാസം കൊടുക്കുക. അവൻ്റെ ഇഷ്ടമുള്ള കോഴ്സ് എടുത്തിട്ട് പഠിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്, കംഫർട്ടായിട്ടുള്ള രീതിയിൽ. പിന്നെ മാക്സിമം എല്ലാ കാര്യവും നമ്മൾ കുറച്ച് അവരുടെ കൂടെ ഇരുന്ന് കാര്യങ്ങൾ സ്പെൻഡ് ചെയ്യുക. നമ്മുടെ സൊസൈറ്റി തന്നെ വേറെയാണ്, ജനറേഷൻ വളരെ ഡിഫറെൻ്റ് ആണ്. ഇപ്പം ഞങ്ങളുടെ അമ്മയും അച്ഛനൊക്കെ ഞങ്ങൾ വേണമെന്നുള്ളത് പ്രതീക്ഷിച്ചിട്ടുണ്ട്. അവർക്ക് ഒരുപാട് അങ്ങനത്തെ വാശിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ എൻ്റെ മകനോട് അത് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തമ്മിലുള്ള ബന്ധം പെട്ടെന്ന് തന്നെ കട്ടായി പോവുള്ളൂ. നമ്മൾ അതൊരു സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എൻ്റെ ഒരു വ്യൂവിൽ അവർ തിരിച്ചു വരും, എന്തായാലും തിരിച്ചു ചെയ്യും. നമുക്ക് അതിനുള്ള സ്പേസ്, മോനെ നീ എൻ്റെത് ചെയ്യ്, പക്ഷേ വൺസ് അമ്മേനൊന്ന് കാണാൻ വരണം കേട്ടോ, അല്ലെങ്കിൽ വീഡിയോ കോൾ ആയാലും മതി മോനെ, നിനക്ക് സമയമുള്ള സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കംഫർട്ടായി. അല്ലെങ്കിൽ അയ്യോ അമ്മേനെ വിളിച്ചില്ലല്ലോ, അമ്മയ്ക്ക് എന്ത് തോന്നും, ഇത് തെറ്റാനും വഴക്ക് പറയാനും നിന്നാൽ അങ്ങനെ ഒരു സ്പേസ് എല്ലാ അമ്മമാരും, ഇപ്പം നമ്മളൊക്കെ പുതിയ ജനറേഷൻ അല്ലേ, നമ്മൾ കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്.